ഹായ് ഹലോ. ഇന്നൊരു ഈവനിങ് സ്നാക്സായിട്ടും ബ്രേക്ക്ഫാസ്റ്റിനും നമുക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ദേ നമ്മൾ ഉണ്ണിയപ്പം പോലത്തെ ഒരു റെസിപ്പിയാണ്. ബ്രാഹ്മിൻസിൻ്റെ തമിഴ്നാട് സ്റ്റൈലായിട്ടുള്ളൊരു പണിയാരാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതേ എല്ലാവരും ഇത് അറിയാവുന്ന റെസിപ്പിയാവും, എല്ലാവരും കഴിച്ചിട്ടുള്ള റെസിപ്പിയാവും. അപ്പോൾ എന്തെന്നെ ആയാലും നമുക്കിത് നമ്മളേതായ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ അതിന് കൂട്ടായിട്ട് നല്ലൊരു സ്പൈസി ജ്യൂസി ടൊമാറ്റോ ചമ്മന്തിയാണ് നമ്മൾ അതിന് കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചമ്മന്തിയൊക്കെ റെഡിയായിട്ട് ഉണ്ടാക്കാം. നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അതേ ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 4-5 അല്ലി വെളുത്തുള്ളി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മളൊരു കഷ്ണം വാളംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വാളംപുളി ഇട്ട് ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. തക്കാളിയും സവാളയും നമ്മൾ ഒപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, വേറെ വേറെ സെപ്പറേറ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ. പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. അടച്ച് വെക്കണമെങ്കിൽ അടച്ച് വയ്ക്കുക, അല്ലെങ്കിൽ നമുക്കിത് തുറന്ന് വെച്ച് തന്നെ ഇളക്കി കൊടുത്താൽ മതി. ഇത് കുറച്ച് നേരം വഴറ്റിയതിന് ശേഷം ഇതുപോലെ വന്നിട്ടിട്ട് ഇനിയിപ്പോൾ ഞാൻ ഈ സൈഡിലേക്ക് നീക്കി വെച്ചിരിക്കുന്നത് ഇതിന് ഉണക്കമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല, എൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉണക്കമുളക് ഉള്ളവർ ആദ്യം തന്നെ എണ്ണയിൽ മൂപ്പിച്ച് കോരി വയ്ക്കുക. അല്ലാത്തവർ ഇതുപോലെ മുളക് പൊടി ഒന്ന് ഇട്ട് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് ഈ സവാളയിലേക്കും തക്കാളിയിലേക്കൊക്കെ എരിവ് പിടിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് മുളക് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാവുന്നതാണ്. അപ്പോഴേക്കും നമുക്ക് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ. വെളിച്ചെണ്ണ ചൂടായി വന്നു. കടുക് പൊട്ടിക്കാൻ ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി വന്നപ്പോഴത്തേന് നമ്മൾ ഉഴുന്ന് പരിപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം ഉഴുന്ന് പരിപ്പ് ചെറുതായിട്ടൊന്ന് പൊട്ടി ബ്രൗൺ നിറത്തിലേക്ക് മാറി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉഴുന്ന് പരിപ്പ് മൂക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ച സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൊണ്ട് ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇഞ്ചിയുടെ കഷ്ണം കൂടെ ചെറുതായി അരിഞ്ഞ് ചേർക്കുക. ഞാനിപ്പോൾ ഇഞ്ചിയൊന്നും ഇട്ടിട്ടില്ല, ഇഷ്ടമുള്ളവർ ചേർക്കുക കേട്ടോ. അപ്പോൾ അതവിടെ കിടന്നൊന്ന് വാടട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടിയുപ്പിൻ്റെ ആവശ്യമുണ്ട്. പൊടിയുപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വാട്ടിയെടുത്താൽ മതിയേ. ഇതപ്പോൾ നമ്മളെ ദോശമാവിലേക്കൊന്ന് നമുക്ക് രാവിലെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി വന്ന മാവാണേ. അപ്പോൾ ഇതുപോലെയൊക്കെ മാവ് ബാക്കി വരുമ്പോൾ പിറ്റേ ദിവസത്തേക്ക് ഒന്നുകൂടെ പുളിക്കാൻ വയ്ക്കാതെ ഇതുപോലുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കുക എല്ലാവരും. അതേ അപ്പച്ചട്ടി ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് മാത്രം കുഴിയിൽ കുറച്ച് മാത്രം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായോ എന്ന് ഞാൻ നോക്കുകയാണേ. ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി മാവ് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മാവ് ഒരു കുഴിയുടെ 1/4 ഭാഗം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഒരുപാട് അങ്ങ് പൊന്തി മേലേക്ക് മാവ് ഒന്ന് സ്പ്രെഡാവുകയെ. അപ്പോൾ അതായിട്ടൊന്ന് ശ്രദ്ധിക്കുക. കുഴിയുടെ 1/4 ഭാഗം മാത്രം ഒന്ന് മാവ് കോരി ഒഴിച്ചു കൊടുക്കണേ. ഇതുപോലെ ഞാൻ മാവ് കോരി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിഞ്ഞ് കിട്ടാൻ ചിലപ്പോൾ പ്രയാസമാവും, എങ്കിലും ഒന്ന് തട്ടി കൊടുത്താൽ റെഡിയാക്കി എടുക്കാം നമുക്ക്. ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് പിടിച്ച് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതിയാവും. 2 സൈഡ് നമുക്ക് വെന്തൊരു ബോൾ രൂപത്തിൽ തന്നെ നമുക്ക് ഈ റെസിപ്പി റെഡിയായി കിട്ടും.
ഉണ്ടാക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്, നല്ല ഉഴുന്നുവടയുടെ ഒരു ഫ്ലേവറാണ് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുക. നല്ലൊരു ഉഴുന്നുവടയും ചായയും കുടിച്ചൊരു ഫീലാണ്. ഉഴുന്നുവടയേക്കാൾ സോഫ്റ്റായിട്ട് നമുക്കിത് കിട്ടും. ഇതേ കണ്ടോ, അപ്പോൾ ഈ 2 പുറം നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അത് മാറ്റാം. ഇത് അടുത്ത റൗണ്ടും കൂടെ ഞാൻ ഒഴിക്കുകയാണേ. നെക്സ്റ്റ് റൗണ്ട് അതേപോലെ തന്നെ എണ്ണ ഒഴിക്കുക. മാവ് ഒരു 1/4 ഭാഗം വരെ മാത്രം കോരി ഒഴിക്കുക. വെന്ത് വരുമ്പോൾ തിരിച്ചിടുക, മറിച്ചിടുക. ഇതേപോലെ റിപ്പീറ്റ് ചെയ്താൽ സ്വാദിഷ്ടമായ പലഹാരം നമുക്ക് റെഡിയായി കിട്ടും. ഇതേ കണ്ടോ, അപ്പോൾ അതേ ഞാൻ മറിച്ചിട്ടിട്ടുണ്ട് 2-3 എണ്ണം. ചിലപ്പോൾ നമുക്കൊരു തുടക്കത്തിലൊരു പ്രയാസം ഉണ്ടാകും മറിച്ചിടാൻ, പിന്നെ നല്ലപോലെ റെഡിയായി കിട്ടിക്കോളും. അപ്പോൾ അതേ നമ്മളെ പണിയാറ് റെസിപ്പിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കി മാവൊക്കെ വരുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുഞ്ഞു കുഞ്ഞു റെസിപ്പികളും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.